ആ ഗ്രീൻ കളർ സാരി എടുത്തവളാ പാർവതി. അരവിന്ദന്റെ ബിസിനസിന്റെ അടുത്തിറക്കിയ തൂപ്പുകാരി. അവളെ കണ്ടിട്ട് തൂപ്പുകാരി പോലെ തോന്നുന്നില്ലല്ലോ. ഫംഗ്ഷന് വരാൻ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കടം മേടിച്ച സാരിയായിരിക്കും. ജയന്തി ചേച്ചി, നമുക്കൊരു അബദ്ധം പറ്റി. അബദ്ധോ? എന്തബദ്ധം? നമ്മള് ഫുഡ് മാത്രല്ലേ കഴിച്ചുള്ളൂ. ഫുഡ് മാത്രല്ല, ഐസ്ക്രീമും ഉണ്ട്. നമ്മളത് കഴിക്കാൻ മറന്നു. വാ ജയന്തി ചേച്ചി, പെട്ടെന്ന് പോയി കഴിച്ചിട്ട് വരാം. ഓ, ഇപ്പൊ തന്നെ എന്റെ വയറ് പൊട്ടാറായി. ഇനിയൊന്നും കയറില്ല. ഒരു ഐസ്ക്രീം ഒക്കെ എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റാൻ പറ്റും. വാ ജയന്തി ചേച്ചി. പറ്റാത്തോണ്ടാ സൗസു. എന്നാ പാറുവ. അയ്യോ, ജയന്തി ചേച്ചിയെക്കാളും കഷ്ട എന്റെ കാര്യം. കൈലാഷ് സാറ് നിർബന്ധിച്ചിട്ട് ഇതിനു മുൻപ് കണ്ടിട്ട് പോലും ഇല്ലാത്ത എന്തൊക്കെയോ ഞാൻ വാങ്ങി കഴിച്ചു. ഇനി എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പറ്റും. അതാണ് കൈലാഷ്. കൈലാഷ്, നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ എൻ്റെ ഗോഡൗണിലേക്ക് കയറി വന്ന് എൻ്റെ ബിസിനസ് തടസ്സപ്പെടുത്തിയ ആ നിമിഷം മുതൽ ഞാൻ അവനെ എൻ്റെ ശത്രുക്കളുടെ പട്ടികയിൽ എഴുതി ചേർത്തു. അതിലാദ്യത്തെ പേര് പാർവതി, രണ്ടാമത്തെ പേര് അവൻ്റെ. അപ്പോ അവളെ മാത്രം തീർത്താൽ മതിയോ? അവനും തീർക്കണ്ടേ? കള പിഴുതി മാറ്റുമ്പോൾ മൊത്തമായും പിഴുതി മാറ്റണം. ഒരു സഹതാപത്തിന്റെ പുറത്ത് ഒന്നെങ്കിലും മാറ്റിവെച്ച അത് മതി വിള മുഴുവനും നശിപ്പിക്കാൻ. ഈ ഫംഗ്ഷൻ കഴിയുന്നതിന് മുമ്പ് 2 ശവങ്ങൾ ഞാൻ നിന്റെ മുമ്പിലിട്ട് തരാം. ഒരു വാക്ക് പറഞ്ഞാൽ മതി. കള പിഴുതു മാറ്റിയാൽ മാത്രം പോരാ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കൈ എൻ്റേതാണെന്ന് ആരും അറിയാതെ നോക്കുകയും വേണം എനിക്ക്. അമിതാവേശം കാണിച്ച് അബദ്ധം കാണിക്കാൻ ഞാനില്ല. അവൻ്റെ സമയമാകുമ്പോൾ ഞാൻ പറയാം. നീ തൽക്കാലം അവളെ മാർക്ക് ചെയ്യും. നീ എന്ത് പറഞ്ഞ? അബദ്ധം കാണിക്കാൻ നീ ഇല്ലെന്നോ? എന്നെ ഈ പണിയേപ്പിച്ചത് അബദ്ധമായിപ്പോയെന്നാണോ നീ പറയുന്നത്? അങ്ങനെയല്ല മായ. PKRന്റെ മോനാ കൈലാഷ്, അറിയാലോ? അവൻ്റെ ദേഹത്തുനിന്ന് ഒരു തുള്ളി ചോര പൊടിഞ്ഞ അങ്കിള് സട കുടഞ്ഞെഴുന്നേക്കും. അവനെ വണ്ടി ഇടിച്ചു തെറിപ്പിച്ച ആളെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലെ അങ്കിള്. അതിനിടയിൽ നമ്മൾ അവൻ്റെ നേരെ തിരിഞ്ഞാൽ അങ്കിൾ അത് അന്വേഷിച്ച് എൻ്റെ അടുത്ത് തന്നെ എത്തിയാലോ? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കണക്ക് ബുക്കിൽ കൈലാഷിൻ്റെ പേര് രണ്ടാമതാ. ആദ്യത്തെ പേരുകാരിയെ ആദ്യം തീർക്കാം. ഒന്ന് രണ്ട് തവണയല്ല, പല തവണ ഞങ്ങൾ അവളെ തീർക്കാൻ ശ്രമിച്ചതാ. പക്ഷെ കൈലാഷോ അങ്കിളോ അതിനിടയിൽ ചാടി വീഴും. അതുകൊണ്ടാ ഈ പണി ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി വരെ നിന്റെ മുമ്പിൽ സമയമുണ്ട്. അതിനിടയിൽ നീ അവളെ ഫിനിഷ് ചെയ്തിരിക്കണം. ഇടയിൽ ചാടി വീഴാൻ ആർക്കും അവസരം നൽകരുത്. ഇത് മായ പോലെ വന്ന് കൃത്യം ചെയ്ത് മായ പോലെ അപ്രത്യക്ഷനാവുന്ന മായ. അർദ്ധരാത്രി വരെ ഒന്നും കാത്തു നിൽക്കണ്ട. 1 മണിക്കൂറിനുള്ളിൽ നിനക്കെൻ്റെ കോൾ വരും. അവളുടെ ഇടപാട് തീർത്തു എന്നറിയിക്കാൻ.